नमस्ते मास्टर्स. മഹാദർ ബാബാജി, മാതാജി, സ്വാമി സമർത്ഥ്, ഈ മുഴുവൻ ഗുരുമണ്ഡലിക്കും നമ്മുടെ ഗുരുവായ സുനിതാ ദീദിക്കും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ ഒരു ചെറിയ വീഡിയോ എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ റിട്രീറ്റ് പോയിട്ടുണ്ടായിരുന്നു ബാബാജി കേവ്. ആ ഒരു എൻ്റെ എക്സ്പീരിയൻസ് പറയാനാണ്, എൻ്റെ ഒരു അനുഭവം. എനിക്ക് ആ ഒരു 9 ദിവസത്തെ ട്രിപ്പായിരുന്നു അത്. 20 ദിവസം ട്രിപ്പ് ഉണ്ടായിരുന്നു. അതിൽ ഹാഫ് പോർഷൻ 9 ദിവസത്തെ ട്രിപ്പിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കുറച്ച് പേര്, ബാക്കി കുറച്ച് പേര് 20 ദിവസത്തെ ആയത് കാരണം ബാക്കിയുള്ള 10 ദിവസം കൂടി അവർ കണ്ടിന്യൂ ചെയ്തു. ഞങ്ങൾ വന്ന് ഹരിദ്വാറിൽ അത് കംപ്ലീറ്റ് ചെയ്തു. ഹരിദ്വാറിൽ പിതൃതർപ്പണത്തോടു കൂടി ഞങ്ങൾ ആ 9 ദിവസത്തെ കംപ്ലീറ്റ് ചെയ്തു യാത്ര. ഞങ്ങൾ ഏപ്രിൽ മാസത്തിലാണ് പോയത്. ഏപ്രിൽ 24-ാം തീയതി ഞങ്ങൾ യാത്ര സ്റ്റാർട്ടായി. ഞാൻ ചെന്നൈയിൽ നിന്നാണ് ഈ ഒരു റിട്രീറ്റിന് പുറപ്പെട്ടത്. അതിലെ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ഇതൊരു ആത്മീയ യാത്ര, ഗുരുവിൻ്റെ കൂടെയുള്ളൊരു യാത്രയാണ്. ഒരു ഗുരുവിൻ്റെ കൂടെ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് അതിൽ നിന്നുള്ള തിരിച്ചറിവുണ്ടായത്. യാത്രകൾ നമ്മൾ ഒരുപാട് പോകുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ ആണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും നമ്മൾ തനിയാണെങ്കിലും ഒരുപാടധികം യാത്രകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ആത്മീയ യാത്ര, ഒരു ഗുരുവിനോടൊത്ത്, ഒരു ഗുരുവിൻ്റെ കുടുംബാംഗങ്ങൾ അവരെല്ലാവരും ആത്മീയമായിട്ട് തേടലുള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, അതാണ് എനിക്ക് അവിടെ അനുഭവിക്കാൻ കഴിഞ്ഞത് മെയിനായിട്ട്. ആ ഒരു യാത്രയിൽ നമ്മളെല്ലാം മറന്ന് വേറൊരു തലത്തിൽ ജീവിക്കുകയാണ് കുറച്ച് നാൾ. അതാണ് റിട്രീറ്റ് എന്ന് പറയുന്നത്. 1 ദിവസം 2 ദിവസം 3 ദിവസം അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ലോങ് ഒരു 9 ദിവസത്തെ ട്രിപ്പ് ഞാൻ ആദ്യമായിട്ട് പോവാണ് പോയത്. എനിക്ക് വളരെ വലിയൊരു പരിവർത്തനമാണ് എൻ്റെ മനസ്സിനും മാനസികമായിട്ടും ശാരീരികമായിട്ടും എനിക്കുണ്ടായത്. അത് അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ രൂപത്തിൽ ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണത്. ആ ഒരു യാത്രയിലെ ആരംഭം മുതൽ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ നമുക്ക് ആ ഒരു ഗുരു കടാക്ഷം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയണ ഒരുപാട് അനുഭവങ്ങളുണ്ടായി എനിക്ക്. ആദ്യമായിട്ടാണ് ഞാൻ ഒരു തനിയെ യാത്ര ചെയ്യാന്നുള്ളത് റിട്രീറ്റായിട്ട് ഗുരുവിൻ്റെ കൂടെ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. തനിയെ ഫ്ലൈറ്റൊക്കെ പിടിച്ചോ ട്രെയിനൊക്കെ പിടിച്ചോ നമ്മൾ തനിയെ പോകുന്നത്. യാത്രകൾ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹസ്ബൻഡ് ആർമിയിലായത് കാരണം ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് തന്നെ വണ്ടിയിൽ കയറ്റി വിടാനും അവിടെ നിന്ന് തന്നെ ഇറങ്ങുമ്പോൾ റിസീവ് ചെയ്യാനും എപ്പോഴും ആൾക്കാരുണ്ടാവും. അപ്പോൾ അവിടെ നിന്നുള്ള റിസീവ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് വീട്ടിലേക്ക് പോണ യാത്രയ്ക്ക് എപ്പോഴും കൂടെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ഒരു യാത്രയിൽ അങ്ങനെ ഭയം ഉണ്ടാവാറില്ല. പിന്നെ കയ്യിലൊരു ഭാഷ, ഹിന്ദി കുറച്ച് അറിയാവുന്നത് കൊണ്ട് എനിക്ക് ആ ഒരു യാത്ര ബുദ്ധിമുട്ടുണ്ടാവാറില്ല. പക്ഷേ റിട്രീറ്റിന് പോയപ്പോൾ നമ്മൾ തനിയാണ് പോയത്. തനിയെ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഭയം ആദ്യം ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞാൻ റിട്രീറ്റ് പോയത് കാശി ട്രിപ്പാണ്. കാശി ട്രിപ്പിൽ പോകുമ്പോൾ നമ്മളോട് ദീദി പറയുമ്പോൾ എന്താ പറയാറെന്ന് വെച്ചാൽ, നിങ്ങളങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം തനിയെ ചെയ്യാനായിട്ട് ഹാബിറ്റ് നമുക്ക് ഉണ്ടാവണം. ആ ഭയത്തിനെ ഉള്ളിൽ നിന്ന് എടുത്ത് കളയണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എനിക്കുള്ള മാറ്റമുണ്ടായത്, എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഭയമുള്ളത് അത് എടുത്ത് കളയാൻ പറ്റി. ഭയം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചക്കർ എപ്പോഴും ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ ആ ഒരു ഭയത്തിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്ത് നമുക്ക് എന്തും തനിയെ ചെയ്യാനുള്ള പ്രാപ്തിയുള്ള ആൾക്കാർ തന്നെയാണ് സ്ത്രീകൾ. സ്ത്രീ ശക്തി എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തും ചെയ്യാനുള്ള കഴിവുള്ളതാണ്. അപ്പോൾ അത് എനിക്ക് തെളിഞ്ഞു. അല്ല, എനിക്ക് പോകാൻ കഴിയും. അപ്പുറത്ത് എന്നെ റിസീവ് ചെയ്യാൻ ആളില്ലെങ്കിലും അവിടുന്ന് എനിക്ക് തേടി പിടിച്ച് പോകാനായിട്ട് കഴിയും എന്നുള്ള ഒരു ധൈര്യം എൻ്റെ ഉള്ളിൽ വന്നു. ഈ ഒരു യാത്രയിൽ ആദ്യത്തെ ഒരു ഭാഗം എനിക്ക്, അത് നമ്മൾ ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഞാൻ പോകുമ്പോൾ, ഫ്ലൈറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് തനിയെ പോകുന്നത്. അപ്പോൾ ഫ്ലൈറ്റിൽ അത് തേടി പിടിച്ച് അങ്ങനെ പോയി ഡൽഹിയിൽ ഇറങ്ങേണ്ടത്. ഡൽഹി എന്ന് പറയുമ്പോൾ അത്രയും വലിയ എയർപോർട്ടാണ്. ഞാൻ അവിടെ ഇറങ്ങി എന്ത് ചെയ്യും, എങ്ങനെ പോകുമെന്ന് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് അവിടുന്ന് ഡൽഹിയിൽ നിന്ന് ഇതിൽ തന്നെ ഒരു മാസ്റ്ററായിട്ടുള്ള സതീഷ് മാസ്റ്റർ മലയാളിയായിരുന്നു. അപ്പോൾ എനിക്കതൊരു നല്ല ഹെൽപ്പായി. അവരെനിക്ക് പോകാനുള്ള ഗൈഡൻസൊക്കെ പറഞ്ഞു തന്നു. ഇനിയൊരു മാസ്റ്റർ ബോംബെയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു, ശ്രീകാന്ത് മാസ്റ്റർ എന്ന് പറഞ്ഞ മാസ്റ്റർ ബോംബെയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വേറെ ടെർമിനലിലാണ് വന്നത്. പക്ഷേ എനിക്ക് എന്നെയും കൂടി പിക്ക് ചെയ്യേണ്ട കാരണം അവർ നിന്ന് വണ്ടി വിളിച്ച് ഇവിടെ വന്ന് ഈ ടെർമിനലിൽ നിന്ന് എന്നെയും കൂടി കൂട്ടി ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. ഈ ശ്രീകാന്ത് മാസ്റ്റർ പറയുകയാണെങ്കിൽ, ശ്രീകാന്ത് മാസ്റ്റർക്ക് ഒരു 76 വയസ്സുണ്ട്. അത്രയ്ക്കും ഏജ് ആയിട്ടുള്ളൊരു മാസ്റ്ററാണ്. ആ മാസ്റ്റർ ഇത്ര ധൈര്യത്തോടെ ഈ മലകൾ കയറാൻ വരുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അപ്പം പോണില്ല എന്ന് പറഞ്ഞ് പിൻവലിച്ചിരിക്കുന്നത്, നമുക്ക് എന്നാണ് ഇനി ആത്മീയ വളർച്ച ഉണ്ടാവുക എന്ന് എനിക്ക് ഒരു തോന്നലാണ് എൻ്റെ ഉള്ളിലുണ്ടായി. അത്രയ്ക്കും ഗ്രേറ്റ് ആയിട്ടുള്ളൊരു മാസ്റ്റർ തന്നെയായിരുന്നു അവർ. ഗ്രേറ്റ് മാസ്റ്റർ, PMCയിൽ വളരെ നല്ല ക്ലാസ്സസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്ന ഡിവൈൻ മാസ്റ്ററായിരുന്നു അവർ. അവരെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും അവരിൽ നിന്ന് ഒരുപാട് അറിവുകൾ എനിക്ക് നേടാൻ കഴിഞ്ഞതിലും ഞാൻ ഇന്നും കൃതാർത്ഥതയുണ്ട് എനിക്ക്. ആ യാത്ര ഞങ്ങൾ അവിടെ തുടങ്ങി. അവിടുന്ന് നമ്മൾ ട്രെയിനിലാണ് പിന്നത്തെ യാത്ര. അന്ന് നൈറ്റ് ഫുള്ള് ട്രെയിനിലാണ്
കാർഡോഗ്രാം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടേക്കാണ് നമ്മൾ പോയത്. അവിടെ ഞങ്ങൾ വേറെ ഒരുപാട് പേര്, ഹൈദരാബാദിൽ നിന്ന് കുറേ ആൾക്കാരുണ്ട്, ബോംബെയിൽ നിന്ന് കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ജോയിൻ ആയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് യാത്ര. പിറ്റേ ദിവസം മോർണിംഗ് ആയിട്ട് തോന്നുന്നു അവിടെ എത്താനായിട്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് 4 മണിക്ക് ഒരു ജീപ്പ് പോലെ വന്ന് ജീപ്പിൽ ഞങ്ങളെ ഹൈഡക്കൻ ബാബേൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. ആദ്യത്തെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം അവിടെയായിരുന്നു. വളരെ വിശേഷമായിട്ടുള്ളൊരു ആശ്രമമാണത്. ആശ്രമം എനിക്ക് ഈ യാത്രയിൽ 9 ദിവസത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ആ ഒരു ആശ്രമം തന്നെയാണ്. അത്രയ്ക്കും പീസായിട്ടുള്ള സ്ഥലം, വളരെ ഒരു എന്താ പറയുക കാമാണ്, ഒരു നദീൻ്റെ അടുത്താണത്. അത്രയ്ക്കും വളരെ നല്ലൊരു റൂമുകളൊക്കെ നീറ്റ് ആൻഡ് ക്ലീനാണ്. ഫുഡ് അവർ കൊടുക്കുന്നത് വളരെ നല്ലതായിരുന്നു. അത്രയും നല്ല ആ ഒരു സ്പേസ് ആയിരുന്നു അവിടെ. എനിക്ക് വളരെ മെഡിറ്റേഷനെല്ലാം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഗുരുവിൻ്റെ കൂടെയുള്ള മെഡിറ്റേഷനും. അതുപോലെ എല്ലാം ആത്മീയ മാർഗത്തിൽ എല്ലാവരും മെഡിറ്റേറ്റേഴ്സാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ വേറെ ഒരു ചിന്താഗതികളാണ്, അവിടെ സംസാരങ്ങൾ വേറെയാണ്. നമുക്ക് വേറെ വിഷയങ്ങളൊന്നും അവിടെ പറയാല്ലേ. നമ്മുടെ വീടായിട്ടോ നമ്മുടെ ജോലിയായിട്ടോ നമ്മുടെ സാധാരണ ലൈഫിൽ നിന്ന് വിട്ടിട്ട് നമ്മുടെ ബ്രെയിൻ വന്ന് കാമായിരിക്കും അവിടെ. അത്രയ്ക്കൊരു കാം ആൻഡ് കൂളായിട്ടുള്ളൊരു യാത്രയായിരുന്നു അത്. അവിടെ നിന്ന് ഞങ്ങൾ ഒരു ദിവസം അവിടെ തങ്ങി. പിറ്റേ ദിവസം മോർണിംഗിൽ ഞങ്ങൾ മിനി കൈലാസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയത്. മിനി കൈലാസ് എന്ന് പറയുമ്പോൾ അതൊരു മല കയറലാണ്. ഈ ഹൈഡക്കൻ ബാബ എന്ന് പറഞ്ഞ ആ ഒരു ഗുരു വന്ന് ഇടയ്ക്ക് ആ ഒരു ആശ്രമം ഈ മിനി കൈലാസത്തിൽ എപ്പോഴും പോകുമെന്ന് പറയും. അത് മല കയറി പോകണം. ആ മല കയറ്റം എനിക്ക് ഭയങ്കര ഒരു പരീക്ഷണം തന്നെയായിരുന്നു. ഒരു 4 മണിക്കൂർ 5 മണിക്കൂറോളം ആ ഒരു യാത്ര ഉണ്ടായിരുന്നു. 7 കിലോമീറ്ററാണ് മല കയറിക്കൊണ്ടിരുന്ന. കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചെറിയ വഴിയേ ഉണ്ടാവുള്ളൂ, വേറെ ഒരു വെള്ളത്തിന് മാർഗ്ഗമില്ല, നല്ല വെയിലാണ്, ഭക്ഷണത്തിന് മാർഗ്ഗം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ കയ്യിൽ നമ്മൾ എന്ത് കൊണ്ടുപോയോ അത് തന്നെയാണ് നമുക്ക് അവിടെ വരെ കഴിക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ ഭക്ഷണങ്ങളൊന്നും നമുക്ക് അത്ര ആവശ്യം വന്നില്ല. പക്ഷെ വെള്ളം നമുക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങി. ബോഡിയും നമുക്ക് ബോഡി പെയിൻ, ഓൾറെഡി എനിക്ക് മസിൽ പെയിനൊക്കെ കുറച്ചുള്ള ഒരാളായത് കാരണം എനിക്ക് മല കയറാൻ കുറച്ച് നല്ല ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായിരുന്നു. ഏകദം അതിൽ ഏറ്റവും അവസാനം ഞാനാണ് എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് പേരെ ഞങ്ങൾ നടന്നു പോയി. പിന്നെയും കുറച്ച് പേര് ഒരു 3 കിലോമീറ്റർ നടക്കണ പോലെ അവിടെ വരെ വണ്ടി പോണതിലാണ് പോയത്. ഞങ്ങൾ 7 കിലോമീറ്റർ നടന്നു തന്നെ പോയി. അപ്പോൾ ഈ പോണ വഴിയിൽ വെള്ളമില്ലാത്ത കാരണം ഞങ്ങളവിടെ ഉള്ള ചെടികളുടെ മുകളിൽ നിന്ന് മൾബറി പോലത്തെ ചെറിയ ചെറിയ പഴങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പറിച്ച് കഴിച്ച് കുറച്ച് നേരം വിശ്രമിച്ച് അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു യാത്ര ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ആയത് കാരണം കഷ്ടമുണ്ടെങ്കിലും നമ്മൾ അറിയാണ്ട് അവിടെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞ് വിശ്രമിച്ചു. നമ്മളവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് നമ്മൾ കഴിച്ച് 1 മണിക്കൂറോളം, ഒരു 1.5-2 മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ തിരിച്ചു അന്ന് തന്നെ ഇറങ്ങി താഴത്തേക്ക്. നമ്മൾ ഇറങ്ങുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടായില്ല, ഈസി ആയിട്ട് ഇറങ്ങാൻ പറ്റി. പക്ഷെ കയറുമ്പോൾ എനിക്ക് നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ മല കയറുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ഒരു മാറ്റം, നമ്മുടെ ബോഡിയിലെ പെയിൻ എല്ലാം നമ്മളതവിടെ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഒരു മല കയറണമെങ്കിൽ നമ്മൾ ആദ്യമേ നമ്മുടെ ബോഡീനെ നമ്മൾ ഫിറ്റാക്കി വെക്കണം. അതാണ് എനിക്ക് ആദ്യമൊരു കുറച്ച് നാൾ മുമ്പേ തന്നെ നമ്മൾ വാക്കിംഗ് ചെയ്തിട്ടും ഫുഡ് കൺട്രോൾ ചെയ്തിട്ടും ഒക്കെ നമ്മുടെ ബോഡീനെ റെഡിയാക്കി വെക്കേണ്ടത് ആവശ്യമാണ്. അവിടെ നിന്ന് ആ ഒരു പാഠം അവിടെ നിന്ന് പഠിച്ചു. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ഗുരുവിൻ്റെ കൂടെയുള്ള യാത്രയിൽ ഭയങ്കരമായിട്ട് റിയലൈസേഷൻ ഉണ്ടായി, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി, അങ്ങനെ തന്നെ പറയണം. എൻലൈറ്റഡ് ആയി ഒരുപാട് പേര്. അവരുടെ കുറേ ജന്മങ്ങൾ അവർക്ക് കാണാൻ കഴിഞ്ഞു, തിരിച്ചറിയാൻ കഴിഞ്ഞു. കുറേ അധികം സോൾമേറ്റുകൾ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അവർക്കൊക്കെ കണ്ടുമുട്ടുന്നതിലൂടെ അവർക്ക് ഒരുപാടധികം കാര്യങ്ങൾ റിലീസാവാൻ, അവരുടെ എന്താ പറയുക ഹൈറാർട്ട് ചക്രയൊക്കെ ഓപ്പൺ ആവും. അതിൽ നിന്ന് ഒരുപാടധികം പെയിൻ റിലീസും നടന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഗ്രൂപ്പ് മെഡിറ്റേഷൻ